അനീഷ് കുമാർ വീണ്ടും ചേരുകയാണ്. അനീഷ്, ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, ആശുപത്രിയിൽ കഴിയുന്ന ആളുകളുടെ ആരോഗ്യനില അങ്ങേയറ്റം തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. 24 പേരാണ് ഇതിനകം ആശുപത്രിയിൽ എത്തിച്ചത്. നേരത്തെ അപകടത്തിൽ അല്ലെങ്കിൽ ഈ ആനയുടെ ആക്രമണത്തിൽ മരിച്ച 2 പേരുടെ മൃതശരീരങ്ങൾ നേരത്തെ തന്നെ എത്തിച്ചിരുന്നു. ഇതിനുശേഷം മൂന്നാമത് ഒരാൾ മരിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹം മൈത്ര ഹോസ്പിറ്റൽ എന്ന സമീപത്തിനുള്ള സ്വകാര്യ ആശുപത്രിയിലാണ്. ആ മൃതദേഹം കൂടി അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കും. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരിൽ 10 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട്. ഈ കുട്ടിയുടെ അടക്കം എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. അതീവ ഗുരുതരമായ ഒരു നിലയിലേക്ക് ആരും ഇല്ല. അത് തന്നെ ഏറ്റവും വലിയ ആശ്വാസകരമാണ്. ആദ്യഘട്ടത്തിൽ ഒരു വലിയ തിക്കും തിരക്കുണ്ടാവുകയും ആ കെട്ടിടം മറിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്തപ്പോൾ കൂടുതൽ ഗുരുതരാവസ്ഥയിലുള്ളവരുടെ എണ്ണം വർദ്ധിക്കുമെന്നൊക്കെ ഒരു വലിയ ആശങ്ക നിലനിന്നിരുന്നു. പക്ഷേ 3 ജീവനുകൾ നഷ്ടമായി. അതിനപ്പുറം മറ്റു ഗുരുതരമായ പരിക്കുകളോടെ ഈ പ്രവേശിപ്പിച്ചവരിൽ ആരുമില്ല എന്നറിയാൻ കഴിയുന്നു. അവരുടെ ഈ വൈറ്റൽ ടെസ്റ്റുകൾ, അതായത് എക്സ്റേ എടുക്കുക, സ്കാനിങ് എടുക്കുക, അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നു. കൈ ഒടിഞ്ഞവരും അങ്ങനെ കാലൊടിഞ്ഞ അങ്ങനെ 1-2 പേരൊക്കെ ഉണ്ട്. പക്ഷേ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിൽ ഉള്ള ആളുകളില്ല. സ്ഥലം MLA അടക്കമുള്ളവർ അകത്ത് കയറി രോഗികളെ കണ്ട ശേഷമാണ്, അപകടത്തിൽപ്പെട്ടവരെ കണ്ട ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അവർക്ക് ഉചിതമായ ഏറ്റവും മികച്ച ചികിത്സ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ മുഴുവൻ ആശുപത്രിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. പ്രിൻസിപ്പളും സൂപ്രണ്ട് അടക്കമുള്ള മറ്റ് വിദഗ്ധ ഡോക്ടർമാരടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അപകടത്തിലേക്ക് നയിച്ച സാഹചര്യത്തെക്കുറിച്ചൊക്കെ പിന്നീട് പരിശോധിക്കാം എന്നാണ് MLA അടക്കം വ്യക്തമാകുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുക, കൂടുതൽ അത്യാഹിതങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക എന്നീ കാര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. നിലവിൽ പുതിയ ആളുകളെ ആരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. ശരി, ഏതായാലും ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. പരിക്കേറ്റ് അവിടെ ചികിത്സയിലുള്ള ആരുടെയും നില ഗുരുതരമല്ല എന്നത്. അപ്പോഴും 3 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ക്ഷേത്ര ഉത്സവ ചടങ്ങുകൾക്കിടെ ഇത്തരം ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്.